السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله. സൂറത്ത് സ്വാഫാത്തിന്റെ 50-ാമത്തെ ആയത്ത് മുതലാണ് എടുക്കുന്നത്. 146-ാമത്തെ പേജ് ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأقبل بعضهم على بعض يتساءلون قال قائل منهم إني كان لي قرين يقول أئنك لمن المصدقين أإذا متنا وكنا ترابا وعظاما أإنا لمدينون قال هل أنتم مطلعون فاطلع فرآه في سواء الجحيم قال تالله إن كدت لتردين ولولا نعمة ربي لكنت من المحضرين أفما نحن بميتين إلا موتتنا الأولى وما نحن بمعذبين إن هذا لهو الفوز العظيم لمثل هذا فليعمل العاملون. പത്തും കുറേ വിശദീകരിക്കാനുള്ള ആയത്തുകൾ തന്നെയാണ്. പക്ഷെ അത് പത്തും ഒറ്റ വിഷയമാണത്. സ്വർഗത്തിൽ സത്യവിശ്വാസികൾക്ക് ലഭിക്കുന്ന കുറേ സുഖങ്ങളും സൗകര്യങ്ങളും പല സൂറത്തുകളിലും പറഞ്ഞതുപോലെ മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർക്ക് സ്ത്രീകളെ കൊണ്ട് കിട്ടുന്ന ഉപകാരങ്ങളും അതിലുണ്ടാകുന്നതും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ സൂറത്ത് കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ കേട്ട് കഴിഞ്ഞത്. ഇനി സ്വർഗത്തിൽ നടക്കുന്ന ചില സംഭാഷണങ്ങളാണ്. ഒന്ന് അഊദു ബിസ്മില്ലാഹി എല്ലാവരും ഒതുക്കി 50-ാമത്തെ തോത് നന്നായി നീട്ടുണ്ട് അല്ലെ. 4-5 നിർബന്ധമായി നീട്ടണം. അടുത്ത ആയത്ത് അടുത്ത ആയത്ത് ഒന്നും കൂടെ അല്ലേ. ചിലരൊക്കെ ആ ഇന്നക്ക എന്നുള്ള ഐ ഇന്നക്ക എന്നതിലുണ്ട്. ആ ഇ എന്നത് രണ്ടും ആ ഇ എന്നതിനെ എന്ത് ചെയ്യണം, ഐ ഇന്നക്ക എന്ന സ്പീഡ് നമ്മൾ ആ കോർണർ ഒഴിവാക്കി പറയരുത്. ഒന്നും കൂടെ അടുത്തായത് സ്വർഗത്തിൽ എല്ലാവരും സുഖത്തിൽ നിൽക്കുകയായിരിക്കും. നമ്മൾ പറഞ്ഞു സ്വർഗത്തിലെ കായികരികൾ സുഖം അനുഭവിച്ച് ജീവിക്കലാണ്. ആ സ്വർഗത്തിൽ പരസ്പരം ഫേസ് ടു ഫേസ് ആയി ഇരുന്നിട്ടും കൂട്ടായിട്ടൊക്കെ അവരുണ്ടാകും. ചിലർ മുമ്പോട്ട് തിരിയും, മറ്റു ചിലരിലേക്ക്, ചിലർ മറ്റുള്ള അടുത്തേക്കൊക്കെ പോയി ഇങ്ങനെ ഇരിക്കും. പരസ്പരം അവരെന്ത് ചെയ്യും, ചോദിക്കുന്നുണ്ട്. സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരും ചോദിക്കും. അപ്പൊ പല വിശേഷണങ്ങളും അവർ പറയും.
അങ്ങനെ ഒരുത്തൻ പറയാണ് ഖാല ഖാഇൽ, ഖാല പറഞ്ഞു, ഖാഇൽ പറയുന്ന ഒരാൾ എന്ത് ചെയ്തു പറഞ്ഞു. എന്താ അയാൾ പറഞ്ഞത്? മിൻഹു അവരിൽപ്പെട്ട ഒരാൾ പറയാണ്, ദുനിയാവുന്നൊരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾക്കറിയോ ചങ്ങാതിമാരെ, ഇന്നി എനിക്ക് തീർച്ചയായും ഞാൻ കാനലി എനിക്കുണ്ടായിരുന്നു ഖരീൻ, ഖരീൻ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ ചുമ്മാ ശ്രദ്ധിക്കുന്നൊക്കെ പറഞ്ഞാൽ മതി. കാര്യം അടുത്ത ഉറ്റമായിട്ട് മലക്കിൽ നിന്നൊരു കരി നമ്മുടെ കൂടെയുണ്ട്, ജിന്നിൽ നിന്നുള്ള കരി നമ്മുടെ കൂടെയില്ലേ, കൂട്ടത്തിൽ തന്നെ ഉണ്ടാവുന്നറിയാം. എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് ചങ്ക് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ആൾക്കാരെ എനിക്കുണ്ട്. എനിക്ക് ദുനിയാവിൽ ഒരൊറ്റ സുഹൃത്തുണ്ടായിരുന്നു. ആണാകാം, പെണ്ണാകാം, നാട്ടുകാരനാകാം, റൂമിൽ താമസിക്കുന്നവരാകാം. സ്വർഗത്തിലെത്തിയിട്ട് ഒരുത്തനും അവന്റെ ദുനിയാവിലത്തെ ഹിസ്റ്ററി പറഞ്ഞു കൊടുക്കുകയാണ്. എനിക്ക് ദുനിയാവിൽ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. യഖൂൽ അവൻ ചോദിക്കും, ഇന്നക് നീ ഇപ്പോഴും ലമിനൽ മുസദ്ദിഖീൻ, മരിച്ചാൽ പിന്നെ ജീവിക്കുന്നൊക്കെയുള്ള വിശ്വാസം നിനക്ക് ഇപ്പോഴും ഉണ്ടോ? ഇത് നമ്മൾ പഠിച്ചോളെ ഞാൻ രക്ഷപ്പെടും, എന്നോടതാ ചോദിക്കുന്ന ആരും ഇല്ല എന്നല്ല പറയേണ്ടത്. നമ്മളെ നിസ്കാരത്തെ സ്വീപ്പാക്കുന്നതും പഠിച്ചവൻ്റെ അടുത്ത് നിന്ന് മാറ്റുന്നതും ഈ ചോദ്യം ചോദിക്കുന്ന ആളുകളെ പോലെ ആക്കുന്ന ആരെങ്കിലും ആളുടെ കൂട്ടത്തിലുണ്ടോ നോക്കണം, നമ്മുടെ കൂട്ടത്തിലുണ്ടോ നോക്കണം. ഈ കഴിഞ്ഞ 2 ക്ലാസ് മുമ്പേ ഈ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേ ആയത്തുകളൊക്കെ. ഇനി അത് വിശദീകരിക്കുന്നില്ല. നമ്മളെ മിക്കവാറും ആളുകളൊക്കെ നന്മയുണ്ടാകും. ആ നന്മ ഉണ്ടാകുന്നതിൽ നിന്ന് നമ്മളെ തെറ്റിച്ചു കൊണ്ടുപോകുന്നത് നമ്മളെ ഫ്രണ്ട്സുകളായിരിക്കും. അതുകൊണ്ടാണ് റസൂൽ ശരിക്കും പറഞ്ഞത് അൽ മർഉ അലാ ദീനി ഖലീലി, ഒരുത്തൻ അവന്റെ ചങ്ങാതിയുടെ മതത്തിലാണ്. ഫൽയൻദുർ അഹദുക്കും മയുഖാലി, ആരെ ഫ്രണ്ടാക്കണം എന്ത് ചെയ്തോട്ടെ ഓരോരുത്തൻ ചിന്തിച്ചോട്ടെ. ഇതാ നിനക്കൊരാളെ കുറിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ, എനിക്ക് ഒരു കല്യാണത്തിന് ഒരാളെ കുറിച്ച് അറിയാനുണ്ട്, ഫസൽ അൻ ഖരീനി, നീ അവന്റെ ഖരീനോട് ചോദിച്ചാൽ മതി, അഥവാ അവന്റെ ക്ലോസ് ഫ്രണ്ടിനോട് ഓനെ പറ്റി ചോദിച്ചാൽ മതി. അവനോട് അവന്റെ ക്ലോസ് ഫ്രണ്ട് ആരാ, ഓനെപ്പറ്റി ചോദിച്ചാൽ മതി. അതോടുകൂടി തന്നെ ആരോ പിടുത്തം കിട്ടും, എനിക്ക് ഇവനെ പിടുത്തം കിട്ടും അല്ലേ. അത് അന്വേഷിക്കുമ്പോൾ അവൻ്റെ കൂടെ ഇരിക്കൽ ഹല, ഇനി വേറെ അന്വേഷിക്കണ്ട അല്ലേ. ആ രീതിയിലാണ്. ആ കൂട്ടുകാരൻ ചോദിക്കാണ്, ഇന്നക ലമിനൽ മുസദ്ദിഖീൻ, നീ ഇപ്പോഴും ആ ഖിയാമത്ത് നാളിൽ സത്യസന്ധതയുണ്ട് എന്ന് വിശ്വസിക്കുന്നത് തന്നെയാണോ? ഏത്? ഇതാ മിത്സ്ന, നമ്മൾ മരിച്ചാൽ, വകുന്ന തുറാബ, നമ്മൾ മണ്ണായാൽ, വഇവാമ എല്ലായാൽ, ഇന്ന ലമദീനൂൻ, നമ്മൾ വീണ്ടും ദുനിയാവിലെ കാര്യങ്ങൾക്കൊക്കെ വീണ്ടും പ്രതിഫലമൊക്കെ കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്ന നീ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ എന്ന് നിരന്തരം ചോദിക്കുന്ന ഒരു കൂട്ടുകാരൻ ആർക്കുണ്ടായിരുന്നു? എനിക്കുണ്ടായിരുന്നു. നമ്മൾക്കുണ്ടോ ആരെങ്കിലും? നിങ്ങൾ പറയും, പറഞ്ഞോ. ഈ ചോദ്യമല്ല, ദീനിൽ നിനക്ക് കുറച്ച് നിസ്കാരം കൂടുമ്പോഴോ ദീനി പ്രവർത്തനം നടത്തുമ്പോഴോ ഇത്രയൊന്നും വേണ്ട, അതെല്ലാവർക്കും ഉണ്ടാവുമല്ലോ. നമ്മളെ ഈ സ്പിരിറ്റിന്ന് ബാക്കിലേക്ക് വിളിക്കുന്ന ആൾക്കാരില്ലേ, നിന്റെ കുറച്ച് ഓവറല്ലേ, ഒരു ദിവസമല്ലോ അല്ലേ എന്ന രീതിയിൽ അത് ഭാര്യയിലുണ്ടാവും, ഭർത്താവിനുണ്ടാകും അല്ലേ. നമ്മളിപ്പോൾ സാധാരണ ഫാമിലിക്ക് ടൈമില്ല എന്നറിയാം. നിങ്ങളെന്ത് പറയാത്ത? ഖുർആൻ ക്ലാസ്, ദീന്, അല്ലെങ്കിൽ അതേപോലത്തെ ഉള്ള കാര്യങ്ങൾ മാത്രം, അത് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ടാകും. 24 മണിക്കൂറിൽ ഒരു ദിവസം 24 മണിക്കൂർ, അങ്ങനെ 7 ദിവസം ഉണ്ടാവും 24 മണിക്കൂർ. അതിലൊരു 45 മിനിറ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ട് ഈ ക്ലാസ് ഉണ്ടാകുന്നത്. കേട്ടായിരിക്കും 24 മണിക്കൂർ ഉറങ്ങാണ്ട് ഖുർആൻ ക്ലാസ് തന്നെ ഇസ്ലാമിക് സെന്ററിൽ. അതിൻ്റെ പേരിലാണ് നമ്മളെ വഷളാക്കാനും കളിയാക്കാനും ഒക്കെ ആൾക്കാരുണ്ടാവും. നമ്മൾ ബാക്കിലാകും, കുറച്ചൊക്കെ ഓവറാണ് നിനക്ക്. വ്യാഴാഴ്ച രാത്രി വെക്കുമ്പോൾ പറ്റൂല എന്ന് ഖുർആൻ ക്ലാസ് ഉണ്ട്, വെള്ളിയാഴ്ച അപ്പോൾ ക്ലാസ് ഉണ്ട് അല്ലേ. ഇതപ്പുറത്തേക്ക് ബാക്കി എന്തിനും നമ്മൾ ബാക്കിലേക്ക് വിളിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെ ആ വിളിയിൽ ഈ 2 വ്യാഴാഴ്ച രാത്രി പോയി നോക്കിയേ, 3-ാമത്തെ വ്യാഴാഴ്ച രാത്രി പിന്നെ നമ്മൾ പറയും 15 ആൾ കൂട്ടത്തിലാണ് പോയത്, ഓരോരുത്തൊക്കെ പോയി തിന്നു, ഇനി നമ്മളും അപ്പുറം നമ്മുടെ വക കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ. പിന്നെ ഇയാൾ പോയി, പിന്നെ ഇയാളെ നമ്മൾ കാണുമ്പോൾ വിളിക്കുന്ന എത്ര ആൾക്കാരുണ്ട്, ഗോപാലൊക്കെ കാണുമ്പോൾ മുങ്ങിക്കളയുന്ന ആൾക്കാരൊക്കെ അല്ലേ. ഏതെങ്കിലും ഒരു സാഹചര്യം, ഒരു കൂട്ടുകെട്ടോ, ഒരു അവധിക്ക് നാട്ടിക്ക് പോയതോ, ഒരു നോമ്പിൻ്റെ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ടാണ് നോമ്പിനുള്ള ഗ്യാപ്പൊന്നും ഇല്ലാത്തത്. നോമ്പിലൊക്കെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നോമ്പ് കഴിഞ്ഞ് എത്ര കിട്ടൂലായിരുന്നു.
അല്ലേ? ഒരു സ്കൂൾ കുട്ടി കൈ തുറന്നു വരുമ്പോൾ തന്നെ ചിലരങ്ങട് എന്താണെന്നറിയില്ല, ഈ രീതിയിലേക്ക് ഒരു കൂട്ടുകെട്ട് എപ്പോഴും നമ്മൾ വലിക്കും. ഇനി ഇവിടെ ഉണ്ടാകും, ചിലർ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. ഇവിടെ കറക്റ്റായിരിക്കും ജമാഅത്തും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിരിക്കും. നാട്ടിലെത്തിക്കഴിഞ്ഞാൽ വേറെ രീതിയിലൊരു കൂട്ടുകെട്ടുണ്ടാകും. അതുകൊണ്ടാണ് സ്വർഗത്തിൽ ചില ആളുകൾ പറയുന്നത്, എനിക്ക് ദുനിയാവിൽ അങ്ങനത്തെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, നീ ഇതൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളത്. നമ്മൾ എപ്പോഴും തീരുമാനിക്കേണ്ടത്, എനിക്ക് മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ അടുത്തുള്ളവർ നിസ്കരിക്കുന്ന ഒരു 19-100 ആളുകൾ നിസ്കരിക്കുന്ന ഒരു കൂട്ടുകെട്ട് എനിക്കില്ലെങ്കിൽ, ഈ നാട്ടിലാണെങ്കിലും എൻ്റെ മരണം കേട്ട് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു 10-100 ആളില്ലെങ്കിൽ എന്ത് നല്ല കൂട്ടുകെട്ടാണ് നമ്മൾ ബാക്കി വെച്ചത്. ഖുർആൻ ക്ലാസ്സിന് വരുന്ന നമ്മൾ തന്നെ പലപ്പോഴും ചിന്തിച്ച് നോക്കുക, ഈ ക്ലാസ്സിൽ നമ്മൾ തന്നെ പരസ്പരം ഒന്ന് പരിചയപ്പെടാനോ ഒന്ന് കൂട്ടുകൂടാനോ ഒന്ന് താല്പര്യം കാണിക്കാറുണ്ടോ എന്നുള്ളത്, അല്ലേ? ബാക്കി എല്ലാത്തിലും എല്ലാവരും ഒരുപോലെ ബന്ധങ്ങളൊക്കെ ഉണ്ടാകും. ദീനിൽ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളെ നമ്മൾ കൂട്ടത്തിൽ കൂട്ടുന്നില്ല. നമുക്ക് കളിക്കാനും ചിരിക്കാനും നമുക്ക് തിമിർത്താടാനും ഉള്ള ആളുകളെ മാത്രമേ നമ്മൾ കൂട്ടത്തിലേക്ക് എത്തിക്കുന്നുള്ളൂ. നാളെ പരലോകത്ത് ആ കൂട്ടുകെട്ടായിരിക്കും ഏറ്റവും ശത്രുക്കളായിട്ട് മാറുന്നത്. ഇപ്പൊ സ്വർഗത്തിലെ ആളുകൾ പറയാണ് കേട്ടോ, എനിക്കൊരു ക്ലോസ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, യഖൂൽ, അവൻ എന്നോട് ചോദിക്കുമായിരുന്നു, മരിച്ചാൽ വീണ്ടും ജീവിക്കും എന്നുള്ളത് നീ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? സത്യസന്ധമായിട്ടത് ആ സത്യം തന്നെയാണെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? നമ്മൾ മരിച്ചു, തുറാബ, നമ്മൾ മണ്ണായി, എല്ലായി, നാം വീണ്ടും പ്രതിഫലം എടുക്കപ്പെടൂ എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടുകാരനുണ്ട്. നിങ്ങളിതിൽ ആശയം മനസ്സിലായല്ലോ. നമ്മുടെ കൂട്ടുകെട്ട് ഏതാണ് എന്ന് 10 വട്ടം ആലോചിച്ചോളെ. നമ്മൾക്ക് അത് ഞാൻ റെക്കോർഡുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് ചിലതൊന്നും പറയാത്തത്. സമീപത്തുള്ള മരണങ്ങളും അതിന് നമ്മൾക്ക് മയ്യത്ത് നിസ്കരിക്കാൻ അങ്ങനെ ആളുണ്ടാകണം, പ്രാർത്ഥിക്കാൻ ആളുണ്ടാകണം. ബാക്കി എല്ലാവരും പല പോലെ തിരക്ക് വെച്ചിട്ട് ഒരു ഫാൻസി കൂട്ടുകെട്ട് ഒരിക്കലും നമ്മുടെ കൂടെ വരൂല. ഒരു പണം കണ്ടിട്ടും നിന്റെ അടുത്തുള്ള സൗകര്യം കണ്ടിട്ട് കൂടിയ ആളുകളാണ്. ഈമാനുള്ള ആളുകളെ തട്ടി മാറ്റിയിട്ടല്ല നമ്മൾ കൂട്ടുകെട്ട് സ്വീകരിക്കേണ്ടത്. നമ്മൾക്ക് മരിച്ചാൽ അറ്റമില്ലാത്ത ലോകത്ത് ഉപകാരപ്പെടുന്ന നല്ല കൂട്ടുകെട്ട് ഉണ്ടാകണം. എന്നിട്ട് قال هل أنتم مطلعون, അടുത്ത ആയത്ത് فاطلع فرآه في سواء الجحيم. അടുത്ത ആയത്ത് قال تالله إن كدت لتردين ولولا نعمة ربي لكنت من المحضرين. സ്വർഗത്തിൽ നിന്നുണ്ടാകുന്ന സംഭാഷണങ്ങളായി. നരകത്തിന്റെ വക്കിൽ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. നിങ്ങളല്ലേ നമ്മളെ പേപ്പിച്ചത്, ഞങ്ങളല്ല നിങ്ങൾ തന്നെയാണ് തർക്കം വരണ്ടല്ലോ. ഇത് സ്വർഗത്തിൽ നിന്ന് പറയാണ്. അദ്ദേഹം ഇപ്പൊ ഈ പറഞ്ഞ ചങ്ങാതി തന്നെ കൂട്ടുകാരോട് പറയാൻ കേട്ടോ, ഹൽ അന്തും മുത്തലിഊൻ, ഹൽ അന്തും നിങ്ങളാണോ, മുത്തലിഊൻ, എത്തി നോക്കുക എന്നാ, നിങ്ങൾ എത്തി നോക്കാൻ വേണ്ടിയുണ്ടോ? അഥവാ എനിക്ക് ഇങ്ങനത്തെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു ദുനിയാവിൽ, എന്നെ ഇങ്ങനെ ഈ പരലോകത്തൊക്കെ സ്വീപ്പാക്കിയ ഒരു കൂട്ടുകാരുണ്ടാവൂലേ, അള്ളാഹിനെ നിഷേധിക്കുന്ന, എന്നെയും തെറ്റിലേക്ക് കൊണ്ടുപോകാൻ പരമാവധി ശ്രമിച്ച കൂട്ടുകാരൻ, ഞാൻ നിന്നുകൊടുത്തില്ല. അവനെ എത്തി നോക്കാൻ നിങ്ങൾ റെഡി ഉണ്ടോ? എവിടെയാ എത്തി നോക്കേണ്ടത്? നരകത്തിൽ. നിങ്ങൾ ആരെങ്കിലും റെഡി ഉണ്ടോ? അങ്ങനെ അദ്ദേഹം എത്തി നോക്കി, എത്തി നോക്കും. അദ്ദേഹത്തെ, ആ വ്യക്തിയെ കാണും. ഫീ സവാഇൽ ജഹീം, നരകത്തിന്റെ മധ്യത്തിൽ തന്നെ ആരെ കാണും? ആ ചങ്ങാതിനെ കാണും. അഥവാ ഒരാളെ തെറ്റിക്കാൻ നോക്കിയ ആളുകൾ. ഇതാ നമ്മുടെ കൂട്ടുകെട്ടിൽ നമ്മൾക്ക് ഒരുപാട് മോഹങ്ങൾ തന്ന വ്യക്തിയെ എവിടെയാ പോയി കാണാൻ കഴിയുന്നത്? നരകത്തിന്റെ ഏറ്റവും മധ്യത്തിൽ തന്നെ കാണും.
ആണിനും പെണ്ണിനും ആർക്കും മനസ്സിലാകൂല നമ്മൾ എവിടുന്നാ തെറ്റിപ്പോയത് എന്ന്, അല്ലേ? എവിടുന്ന് നമ്മൾ റൂട്ട് മാറിയത് ഇപ്പൊ രാവിലെ നമുക്ക് മനസ്സിലാകൂല. അതുകൊണ്ട് കൂട്ടുകൂടുമ്പോൾ അത് കുടുംബത്തിൽ ഭാര്യയായിട്ടും ഭർത്താവായിട്ടും മക്കളായിട്ടും ഉപ്പ ഉമ്മ അയൽക്കാർ എല്ലാവരുമായിട്ടും വരും. നമ്മളെ നരകത്തിലേക്ക് എത്തിക്കുന്ന കൂട്ടുകാർ, അവരെ നരകത്തിന്റെ മധ്യത്തിലാണ് എന്ത് ചെയ്യുക, കാണുകയും ചെയ്യുക. അങ്ങനെ നരകത്തിന്റെ മധ്യത്തിൽ നിങ്ങൾ ഈ വ്യക്തി അയാളെ കാണാണ്. അപ്പൊ കാല, ഈ വ്യക്തി പറയാണ്, അള്ളാഹ് തന്നെയാണ് സത്യം. ഇൻകിത്ത, നീ ആയക്കുമായിരുന്നു അഥവാ എന്നെയും ഈ നഷ്ടത്തിലേക്ക് നീ എന്ത് ചെയ്യായിരുന്നു, ആക്കുമായി. ഞാൻ നിന്റെ അടുത്ത് നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടതാ ദുനിയാവിൽ. നീ ഇപ്പൊ കിടക്കുന്ന ഇതേ നരകത്തിൽ ആരും കിടക്കേണ്ടി വരുമായിരുന്നു, ഞാനും കിടക്കേണ്ടി വരും. അപകടം മനസ്സിലായില്ലേ? നമ്മളെ കൂട്ടുകെട്ടെത്തിക്കുന്നത്, അല്ലെ? ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഉദാഹരണത്തിന് എന്തെല്ലാം മോഹങ്ങളുമായിട്ടായിരിക്കും ലാഭക്കച്ചവടക്കാർ വരിക. നാട്ടിൽ പൊട്ടുന്ന കണ്ടില്ലേ നിങ്ങൾ? 2 കോടി പൊട്ടി, സ്കൂൾ മാഷന്മാരെ മൊത്തത്തിൽ പൊട്ടി, അല്ലേ? ഒന്ന് പൊട്ടിയാൽ കേരളത്തിൽ ഉണ്ടാവില്ലെന്ന് വിചാരിക്കുക. പക്ഷെ ആദ്യം 10,000 പൊട്ടിയെങ്കിൽ പിന്നെ പൊട്ടുന്നത് ലക്ഷത്തിൻ്റെ ആയിരിക്കും. പെട്ടെന്ന് ലാഭം ഉണ്ടാക്കാനും അതല്ലെങ്കിൽ പെട്ടെന്ന് വലിയ പണക്കാരനാകാനും പല രീതിയിലും ആൾക്കാർ എന്ത് ചെയ്യും, പല കച്ചവടമൊക്കെ തുടങ്ങും. ആ തുടങ്ങുമ്പോൾ നമ്മളെ വീട്ടിൽ വന്നിട്ട് നമ്മളെ വന്ന ആൾക്കാർ ഇൻസൈഡും ടൈയും കോട്ടും ഒക്കെ ഇട്ട് വന്ന് 5 സ്റ്റാർ ഹോട്ടലിൽ പരിപാടികൾ നടത്തി നല്ല ഭക്ഷണമൊക്കെ തന്ന് ചോദിക്കുമ്പോൾ വീണ്ടും ഒരു കക്കാരൊക്കെ തന്നു. അങ്ങനെ പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, നല്ല സർക്കാരായിരിക്കും ഉണ്ടാകുക. 1 കൊല്ലം കഴിഞ്ഞു, 2 കൊല്ലം കഴിഞ്ഞു, 3 കൊല്ലം കഴിഞ്ഞു, 4ാം കൊല്ലം ഒരു സംഗതി ഉണ്ടാവില്ല. അപ്പോഴാ, അല്ലേ? രക്ഷപ്പെട്ട ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ചങ്ങാതി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റേ ചങ്ങാതി ഒരുപാട് നാട്ടുകാരെ പറ്റിച്ചു പോയപ്പോൾ ആ ചങ്ങാതി ആദ്യം എൻ്റെ അടുത്ത് വന്ന് ഞാൻ കഴിച്ചലായതാണ്. ഇതുപോലെ തന്നെ നരകത്തിലേക്ക്, ദുനിയാവിൽ പണം മാത്രമേ പോയിട്ടുണ്ടാകും, നമ്മുടെ അഖീദ പോകും, ആദർശം പോകും. അള്ളാഹിന്റെ പേരിലൊക്കെയാണ് ഇത്തരം കള്ളത്തരങ്ങളെങ്കിൽ. അപ്പോൾ ഇത്തരം കൂട്ടുകാരെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. പക്ഷെ നമ്മൾക്ക് ആർക്കും അങ്ങനത്തെ ആൾക്കാരെ വാല്യൂ ഇല്ല. ഇപ്പോൾ റസൂലുള്ളാഹിനോട് പോലും സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞ ഒരു ആയത്തുണ്ട്, നബിയെ താങ്കൾ പിന്നെ എന്താ ആയത്ത്, രാവിലെയും വൈകുന്നേരവും അള്ളാഹിനെ ഓർക്കുന്നവരുടെ കൂട്ടത്തിൽ താങ്കൾ വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാത്തി വൽഅശി യുരീദൂന വജ്ഹ. നിങ്ങൾ ആയത്ത് നോക്കിക്കോ. നമ്മൾ എപ്പോഴും ഓതുന്നത് എന്താ ആയത്ത്? വസ്ബിർ നഫ്സക, നിന്റെ മനസ്സിനെ നീ എപ്പോഴും സബൂറാക്കി നിർത്തിക്കും. നിന്റെ കൂട്ടുകെട്ട് എപ്പോഴും ക്ഷമ വേണ്ടി വരും, നിർത്തിക്കുക. ആരോട്? മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാത്തി വൽഅശി, രാവിലെയും വൈകുന്നേരമൊക്കെ അള്ളാഹിനോട് ദുആ ചെയ്യുന്ന ആൾക്കാരില്ലേ, അവരുടെ കൂടെ നബിയെ നിങ്ങൾ എപ്പോഴും സബൂറാക്കി മനസ്സിൽ നിർത്തേണ്ടത്, അല്ലേ? അവർ യുരീദൂന വജ്ഹ, ആരെയാണ് ഉദ്ദേശിക്കുന്നത്? അള്ളാഹിന്റെ വജ്ഹ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇഖ്ലാസോടെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് നീ എപ്പോഴും ഉണ്ടാകേണ്ടത്. അവിടെ നിനക്ക് വലിയ ബിസിനസ്സാരോ മറ്റൊന്നും എന്ത് ചെയ്യൂല, കാണുന്നില്ല, അല്ലേ? അവര് എപ്പോഴും ചർച്ചയിൽ ഒരു പാർക്കിൽ പോയിരുന്നാലും വേറെ പോയി ഇരുന്ന് കഴിഞ്ഞാലും അവർക്ക് മോശപ്പെട്ടതൊന്നും പറയാനൊന്നും ഉണ്ടാവില്ല. ഒരു യാത്ര പോയി കഴിഞ്ഞാൽ വൃത്തികെട്ടതൊന്നും ഓരോരുത്തരൊന്നും ഉണ്ടാകില്ല. ഓരെവിടെ പോയി കഴിഞ്ഞാലും തമാശകളുണ്ടാവും, സന്തോഷങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ആ യാത്ര കൊണ്ടോ ആ ഇരുത്തം കൊണ്ടോ നരകത്തിലേക്ക് എത്തുന്ന ഒന്നും ഉണ്ടാകില്ല. അല്ലാത്തവരുടെ കൂട്ടുകെട്ടിലെ നമ്മൾ പോയതെങ്കിലോ, നിങ്ങൾ തന്നെ പറഞ്ഞു എവിടത്തേക്ക് എത്തിക്കുക, നരകത്തിലേക്ക് തന്നെ എത്തിക്കുക, അല്ലേ? അതുകൊണ്ടാണ് നമ്മളെപ്പോഴും നല്ല ഒരു കൂട്ടുകാരി നമ്മൾക്ക് ഉണ്ടാകണം, അത് ഉണ്ടായിരിക്കണം. പിന്നെ നല്ല കൂട്ടുകാരൻ അത്തർ കച്ചവടക്കാരനെ പോലെ എന്ന് പറഞ്ഞാൽ അത്തർ കച്ചവടക്കാരൻ എടുത്തിരുന്നത് പോലെയാണ്. നമ്മളൊരു അത്തർ ഷോപ്പിൽ പോയി കുറച്ചു നേരം നിന്നാൽ ഒന്ന് സാമ്പിൾ അടിച്ചു തരും, അല്ലേ? സാമ്പിൾ ആൾക്കാരല്ലേ ക്ലാസ്സിൽ? ആ സാമ്പിൾ കിട്ടിയാൽ തന്നെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നല്ലോണം മണക്കും. ഓൻ്റെ അടുത്ത് നിന്ന് പൈസ കൊടുത്ത് മേടിച്ച് കഴിഞ്ഞടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, നല്ലത് മണക്കും. ഇനി 1/2 മണിക്കൂർ അവിടെ പോയി ഇരുന്നാലോ അവിടുത്തെ നിന്നാലോ നമ്മളെ നല്ല പുറത്ത് മണക്കും. നിങ്ങൾ സത്യമായിട്ട് നിങ്ങൾ 1/2 മണിക്കൂർ മീൻ വെക്കുന്ന ഷോപ്പിൽ പോയി നിന്ന് നോക്കിയേ. ഗൾഫിൽ ഗ്ലാസ് ഡോർ കൊണ്ട് അടിച്ചിട്ടല്ലേ ഉണ്ടാക്കുക. ഒരു 1/2 മണിക്കൂർ നിന്നാൽ മതി, അല്ല 1 മണിക്കൂർ നമ്മളെ വണ്ടിയിൽ മീൻ ഉണ്ടായാൽ മതി, അല്ലേ? പിന്നെ വണ്ടി എന്താ മണക്കുക, മീനാ മണക്കുക. അതുപോലെ നമ്മൾക്കൊരു ചീത്ത കൂട്ടുകെട്ടാണുള്ളതെങ്കിൽ ആരോഗ്യം രോഗത്തിലേക്കല്ല പകരുക. രോഗം എന്തിലേക്കാ വരിക?
ആരോഗ്യത്തിലേക്ക് ഇങ്ങോട്ടാ പകരുക അല്ലേ? ഓനെ നന്നാക്കാൻ പോയത് ആള് അവസാനം മറ്റേ ഇവരെ നന്നാക്കേണ്ട രീതിയിലേക്ക് എത്തിപ്പോവും. അത്രയും തെറ്റിൻ്റെ ലോകമാണ്. അപ്പോൾ കൂട്ടുകെട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ വായിക്കുന്ന പുസ്തകങ്ങൾ, ഉപയോഗിക്കുന്ന മീഡിയകൾ, കാണുന്ന പിന്നെ നമ്മൾ സെർച്ച് ചെയ്യുന്ന നമ്മുടെ സൈറ്റുകൾ എല്ലാം നമ്മളെ കൂട്ടുകാരനെയായിരിക്കും. പലരും തെറ്റിപ്പോകുന്നത് കൊണ്ടാണ്. ഒരു ഉസ്താദിൻ്റെ കീഴിൽ നിന്ന് അല്ലെങ്കിൽ ഒരു അധ്യാപകൻ്റെ കീഴിൽ നിന്ന് പഠിക്കാതെ ഏതിനും ഓൺലൈനിൽ കൂടി പഠിച്ച ആളുകൾ പിന്നെ ആ പഠനം അവരെ നാശത്തിലേക്കും നഷ്ടത്തിലേക്കാണ് എത്തുന്നത്. അത്തരം പഠനങ്ങളൊക്കെ, അത്തരം കൂട്ടുകെട്ടോ, കാരണം കാണാത്ത ഏതോ രാജ്യത്തിരിക്കുന്ന ആരുടെയോ ഓൺലൈൻ ക്ലാസ്സുകളാണ് കേൾക്കുന്നത്. അത് ആ നാട്ടിൽ കൊണ്ടുപോകേണ്ട ഫത്വയോ ആ നാട്ടിൽ ഉപയോഗിക്കേണ്ട ഫത്വയോ അറബ് രാജ്യങ്ങളിൽ പറയേണ്ട ഫത്വ ഇന്ത്യ രാജ്യത്ത് പറയാൻ കഴിയുമെന്നില്ലേ? ഇന്ത്യ രാജ്യത്തിന്റെ സാഹചര്യം നോക്കിയിട്ടായിരിക്കും ഒരു വിഷയത്തിന്റെ ഫത്വ പുറപ്പെടുവിക്കുന്നത്. ഹുക്കുമല്ലോ ഫത്വ. ആ ഫത്വ സ്ഥലത്തിനും സമയത്തിനും 10 കൊല്ലം മുമ്പ് ഉപയോഗിച്ച് അതേ ഫത്വ ഇന്ന് ഉപയോഗിക്കാൻ കഴിയൂല. ചിലപ്പോൾ സാഹചര്യവും സിറ്റുവേഷനൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും. ഇസ്ലാമിക വിധിയല്ല, ചില സംഭവങ്ങൾ ആ സമയത്ത് ഉണ്ടാകുന്നതായിരിക്കാം. അതിനനുസരിച്ച് പണ്ഡിതന്മാർക്ക് സമൂഹത്തെ നോക്കേണ്ടതുണ്ടാകും, അല്ലെ കമ്മ്യൂണിറ്റീനെ നോക്കേണ്ടതുണ്ടാകും, സ്പർദ്ധകൾ നോക്കേണ്ടതുണ്ട്, ഒക്കെ ഉണ്ടാകും. ഞാൻ നേരെ ഈ വിഷയം നോക്കുന്നു, ഓൺലൈൻ ഉത്തരം കിട്ടുന്നു, ഖലാസ് കഴിഞ്ഞത് നടപ്പാക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മളെ കൂട്ടുകെട്ടിന്റെ അപകടം നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? തിക്തഫലമായിട്ട് വരും. അതുകൊണ്ടാണ് പറഞ്ഞത്, ആവർത്തിച്ചു പറയുന്നു. സ്വർഗത്തിലേക്ക് എത്തിയിട്ട് ഒരു ദുനിയാവിലെ കൂട്ടുകാരനെ കാണുമ്പോൾ ഇവർക്ക് തോന്നുകയാണ് അന്ന് മരണശേഷമുള്ള ജീവിതത്തെ നിഷേധിച്ച ആ കൂട്ടുകാരനെ നരകത്തിലേക്ക് പോയിട്ട് എത്തി നോക്കിയാലോ, അപ്പോൾ അവരവരെ കാണും. നരകത്തിന്റെ മധ്യത്തിൽ തന്നെ കാണും. പറയും പഠിച്ചോനാണേ സത്യം, നീ ശരിക്കും എന്നെയും ഇതിൽ പെടുത്തുമായിരുന്നു. കഴിഞ്ഞ നമ്മള് പിന്നെ സൂറത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആയത്ത് 32-ാമത്തെ ആയത്ത് നിങ്ങൾ നോക്കി നോക്കി. 32-ാമത്തെ ആയത്ത് ഒന്ന് ഓതിയാണ്. 32-ാമത്തെ ആയത്ത് എന്താ അർത്ഥത്തോടെ കൊടുത്തത്? ഞങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തു? വഴി തെറ്റിച്ചു. കാരണം എന്താണ്? ഞങ്ങൾ ഓൾറെഡി വഴി തെറ്റില്ലായിരുന്നു. ഇതാണ് ബേസിക് സത്യം കേട്ടോ. നമ്മളെ പലതിലേക്കും വിളിച്ചു കൊണ്ടുവന്ന ആൾക്കാരില്ലേ, നമ്മളോട് ഭയങ്കര ഇഷ്ടം കൊണ്ടായിട്ടൊന്നല്ല. ഞാൻ എന്തായാലും ഇങ്ങനെയായി, എനിക്ക് ആരെയും കൂടി കിട്ടണം, ഓനെയും കൂടി കിട്ടണം, അതെല്ലാവർക്കും താല്പര്യം ഉണ്ടാവും അല്ലെ? പറയൂ, ഇവിടെ കറണ്ട്, അപ്പുറത്ത് കറണ്ട്, വീട്ടിൽ കറണ്ട് പോയാലും ഇവിടെ പോയാലും സുഖം ഉണ്ടാവും അല്ലെ? ഓനും കൂടി കിട്ടണം, ഓനിക്കും കൂടി കിട്ടരുത്. നമുക്ക് കിട്ടാത്തതായിരിക്കും കിട്ടരുത്. ഞാൻ എന്തായാലും തെറ്റി, ഇങ്ങനത്തിനും കൂടി കിട്ടുകയാണെങ്കിൽ എല്ലാവരും കൂട്ടുകെട്ടിനും ഒപ്പിക്കും. അപ്പൊ നമ്മളതല്ല വേണ്ടത്. നമ്മൾ ഞാൻ തികഞ്ഞേം തോന്നും ഇങ്ങനത്തെ ആൾക്കാരെ കാണുമ്പോൾ. നമ്മളെക്കാളും ഈമാനുള്ള, നമ്മളെക്കാളും പഠിച്ചോനെ പേടിയില്ല, അല്ലെങ്കിൽ അത്തരം ഇസ്ലാഹി സെന്റർ, ജാരിയാത്ത്, ഖുർആൻ ക്ലാസ്, ഇതൊക്കെ ഇതിലൊക്കെ ഫുൾ ടൈം 45 മിനിറ്റ് എടുക്കുന്ന ക്ലാസ്സിൽ 45 മിനിറ്റ് ശ്രദ്ധിച്ച് കേൾക്കാൻ കഴിയുന്നുള്ളൊരു വിശ്വാസം എനിക്കുമില്ല, നിങ്ങൾക്കും ഉണ്ടാവൂല. കാരണം പലരും പല ജോലിയും കഴിഞ്ഞ് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, തളർന്നിട്ടും ക്ഷീണിച്ചിട്ടും. ഓൻ ഇവിടെയാണെങ്കിലും സുഖമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഉറങ്ങുന്നുണ്ടല്ലോ. ഓൻ ഇവിടെയാണെങ്കിലും സുഖമായിട്ട് 10 മിനിറ്റ് വർത്താനം പറയുന്നുണ്ടല്ലോ. പക്ഷെ എന്തിനാ ചിലപ്പോൾ വരുന്നുണ്ടാകുക? ആ 10 മിനിറ്റുള്ള കൂട്ടുകെട്ടിൽ അവിടെ എത്തുമ്പോൾ അവനിക്ക് ഒരാഴ്ച കിട്ടുന്ന ഒരു ഈമാനികമായ ധൈര്യം, ഒരു ആവേശം ഉണ്ടാകും. അതാണ് ഇത്തരം കൂട്ടുകെട്ടിലൊരു ഉപകാരം ഉണ്ടാകും. നിങ്ങൾ നോക്കി നോക്കിയേ, ഇസ്ലാഹി സെന്ററിന്റെ ഗ്രൂപ്പിൽ നമ്മൾ മയ്യത്ത് നിസ്കാരത്തിന്റെ പരസ്യം ഇടും. എന്തിനാണത്? നമ്മളെല്ലാവരും ഇടുന്നില്ലല്ലോ. നമുക്ക് തോന്നുകയാണ് ഇന്ന ആളുകൾ ഒരു ദീനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. അത് കേൾക്കുന്ന ആളുകളെ നമ്മൾ ആ പള്ളിയിൽ കാണുന്നു, മക്ബറെ കാണുന്നു, ശരി ജീവിതത്തിൽ ഒരിക്കലും ആളെ കണ്ടിടുന്നുണ്ടാവൂല. ഈ രീതിയിലേക്ക് നമ്മുടെ മരണവും എവിടെയെങ്കിലും ആയിരിക്കും. നാട്ടിലെത്തിക്കഴിഞ്ഞാലും എൻ്റെ അടുത്ത് ജീവിക്കാനുള്ള കുറെ കാശ് കയ്യിലുണ്ട്, ഗൾഫിലാണെങ്കിലും എനിക്ക് ബിസിനസ് ഉണ്ട്, എനിക്ക് കാശുണ്ട്, അതുകൊണ്ട് ജോലി കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്, എന്നിട്ട് എൻ്റെ വണ്ടി, എൻ്റെ മക്കളും എടുത്തിട്ട് ഇങ്ങനെ പോകുക, പർച്ചേസ് ചെയ്യുക, കുറച്ച് ഒത്തിരിക്കുക, കുറച്ച് ചായ കുടിക്കുക, വീണ്ടും റൂമിൽ തന്നെ പോവുക. ഒരു മനുഷ്യനോടും കൂട്ടുകൂടാതെ നിൽക്കല്ലേ. നിസ്കരിക്കാൻ ആളില്ലാത്ത, ഖബറിലേക്ക് ഇറങ്ങാൻ ആളില്ലാത്ത മയ്യത്തുകളൊക്കെ ഉണ്ട് ഈ സ്ഥലങ്ങളിലൊക്കെ. അതൊക്കെ നാട്ടുകാർ ജീവിക്കുന്ന നാട്ടിൽ തന്നെ അവരും വളർന്നതും ജീവിച്ചതും ഒക്കെ ഒരാളുമായിട്ടും ബന്ധങ്ങളില്ലാതെ. ബന്ധങ്ങളുള്ള പല ആളുകളും ആടിപ്പാടി തകർക്കുന്ന അത്തരം ബന്ധങ്ങളും കൂട്ടുകെട്ടുമാണ് ഭൂരിഭാഗത്തിനുള്ളത്. മയ്യത്ത് നിസ്കാരത്തിന്റെ ദുആ പോലും അറിയാത്ത കുറെ ആളുകളാണ് കൂട്ടുകാരായിട്ടുള്ളത്. എന്ത് ഉപകാരം ഉണ്ടാകുക? അപ്പൊ നമ്മൾ ചിന്തിക്കുക,
നമ്മളെ ഒന്നും കുറഞ്ഞൊന്നും പോകുന്നില്ല. അള്ളാഹിന്റെ അടുക്കലേക്ക് നമ്മളൊന്ന് അടുത്താൽ പഠിച്ചോ നമ്മളെ കച്ചവടം മുട്ടിക്കുവോ, നമ്മുടെ ജോലി മുട്ടിക്കുവോ, നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാക്കുവോ? അള്ളാഹു നമ്മൾക്ക് തരും. നീ ക്ഷമിക്കേണ്ടി വരും അല്ലെ? അതുകൊണ്ട് ക്ഷമിക്ക നബിയെ. ആൾക്കാർ കളിയാക്കും, കണ്ണിറുക്കി കാണിക്കും. ഒരു മൊയന്ത് നമ്മളെ കൂടെ ഒക്കെ നടന്നൊരു വ്യക്തിയാ. ഇപ്പൊ കണ്ടില്ല, എപ്പോഴും ജാലിയാത്തിന്, എപ്പോഴും ഖുർആൻ ക്ലാസ്, ഓരോ ചർച്ച, എപ്പോഴും ഒരു ലെന്തി ഖുർആന്റെ ബുക്ക്, ഇതൊക്കെയായിരിക്കും. ആളുകൾ പറഞ്ഞോട്ടെ, പറയുന്നതിനൊക്കെ കൂലിയാണ്. ഇവരെ നരകത്തിലേക്ക് എത്തി നോക്കുന്ന ഒരവസ്ഥ സ്വർഗക്കാർക്ക് ഉണ്ടാകും. അള്ളാഹു ആ സ്വർഗലോകത്തുള്ളവര് നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്റെ റബ്ബിന്റെ നിഅമത്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ ആകുമായിരുന്നു മിനൽ മുഹ്ബരീൻ, ഈ നരകത്തിൽ ഇവന്റെ കൂടെ ഹാളിറാകുമായിരുന്നു ഞാനും. എന്നെ സത്യത്തിൽ രക്ഷിച്ചതാരാ? സത്യത്തിൽ അള്ളയാണ് രക്ഷിച്ചത്. നമ്മളെ ഖുർആൻ ക്ലാസ്സിൽ ആരോ വിളിച്ചു കൊണ്ടുവന്നല്ല, നമ്മളെ അള്ള എന്ത് ചെയ്താണ് രക്ഷിച്ചതാ. ഇപ്പൊ നിങ്ങൾക്ക് കോബാർന്ന് വരുമ്പം കാണാം, അത്രയും റോഡിങ്ങനെ ക്രോസ് ചെയ്യാണ് സുബേഹന്ന്. ബംഗാളിയുടെ ഉത്സവം നടക്കുന്നത് അല്ലേ? നിങ്ങൾ നോക്കി നോക്കി, എല്ലാവരും ഉണ്ടാവും, ആരും വിളിക്കണ്ട അല്ലേ? മലയാളികൾക്ക് ആരും വിളിക്കണ്ട, തെറ്റുകളിലേക്ക് ആരും വിളിക്കണ്ട. നമ്മൾ നന്മയിലേക്ക് വിളിച്ച എല്ലാവരും ഉണ്ടാകുകയില്ല. പക്ഷെ പടച്ചോ നമ്മളെ തെറ്റിന്ന് മാറ്റി നന്മയിലേക്ക് എത്തിച്ചു. അള്ളയാണ് നിന്നെ പള്ളിയിലേക്ക് എത്തിച്ചത്, അള്ളയാണ് നിന്നെ നോമ്പടിപ്പിച്ചത്, അള്ളയാണ് നിന്നെ നമസ്കാരം പൂർത്തിയാക്കാൻ സഹായിക്കുന്നത്. പടച്ചോന്റെ നിയമത്താണത്. നല്ല കൂട്ടുകാരെ കിട്ടുന്നതൊക്കെ നമ്മൾ എങ്ങനെയോ സെന്ററിൽ എത്തിപ്പെട്ടതായിരിക്കും, ഏതോ സാഹചര്യത്തിൽ. പക്ഷെ അല്ല, അള്ളാഹു നമ്മൾ എന്താണ് എത്തിച്ചതാണ്. ഈ ദീന് അള്ളാഹ് നമ്മൾക്ക് തന്നില്ലേ, ഇത് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾക്കൊരു സമാധാനം കിട്ടൂല കേട്ടോ. ദീനിന്റെ കൂട്ടുകെട്ട് നഷ്ടപ്പെട്ടു പോയാൽ കുറെ കച്ചവടം, കുറെ ജോലി, കുറെ സാലറി, കുറെ ഫ്രണ്ട്സ്, അങ്ങനെ ദീനില്ല, അള്ളയില്ല, ഇസ്ലാമില്ല, ഒന്നുമില്ല, മനസ്സിനൊരു സമാധാനം കിട്ടൂല. ശരിക്കും നമ്മുടെ സമാധാനം എന്ന് പറഞ്ഞാൽ മനസ്സിലൊരു സമാധാനം. അതെന്താ? എനിക്ക് എന്ത് സങ്കടങ്ങളൊക്കെ ഉണ്ടാവില്ല എന്നൊന്നല്ല, എനിക്ക് സങ്കടങ്ങൾ ഉണ്ടായാലും ഇത് അള്ളാഹു എനിക്ക് വിധിച്ചതാണ്, പഠിച്ചോൻ എനിക്ക് ഹൈറ് നൽകും എന്ന ഒരു ചിന്ത ശരിക്കും നമ്മൾക്ക് ഉണ്ടാകും. ഡൗട്ട് ഉണ്ടോ എടുത്തതിൽ? ഈ പറഞ്ഞ വിഷയത്തിൽ എന്തോ ഡൗട്ട് ഉണ്ടോ ചോദിക്കുന്നത്? മുനിയറൊന്നുണ്ടോ? ഇത്തരം ചില അള്ളാഹു നമ്മളെ രക്ഷിച്ച ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഉണ്ടാവും. അത് പിന്നെ ഈ എത്രത്തോളം മർസഖിലൊക്കെ ഉണ്ടാവില്ലേ, കൊല്ലപ്പെട്ട ആളുകൾക്കൊക്കെ ഷഹീദിന്റെ കൂലിയൊക്കെ ദുനിയാവൊക്കെ ഒന്ന് ആഗ്രഹിച്ച് എത്തിച്ചു കൊടുത്തിരുന്നെങ്കിൽ എന്ന രീതി. ഇതൊരു സ്വർഗത്തിൽ നടക്കുന്നൊരു, അവർക്ക് പടച്ചം കൊടുക്കുന്നൊരു സംഭാഷണം. അപ്പം ഖബറിലും പറയും, ശരിക്കും നിന്റെ സ്ഥാനം നരകാണ്, നിനക്ക് പകരം പടച്ചവൻ എന്ത് തരികയാണ്? സ്വർഗം തരികയാണ്. ആ രീതിയിലാണ് ഉണ്ടാകുന്നത്. ഇമ്പോർട്ടന്റ് വിഷയം എന്താണ് ഇന്ന് പറഞ്ഞത്? സ്വർഗത്തിൽ അല്ല, അതിൻ്റെ ഒരു മാറ്റർ ഞാൻ പറഞ്ഞു, ശ്രദ്ധിക്കും, കൂട്ടുകെട്ട്. കഴിഞ്ഞ ക്ലാസ്സൊക്കെ പറഞ്ഞതുപോലെ സ്വർഗത്തിൽ നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഒരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കും. ഒന്ന് കൈവന്തിച്ച് അങ്ങനത്തെ കൂട്ടുകാരുള്ളവര് എനിക്കെന്തായാലും ഉണ്ട്. സ്വർഗത്തിലേക്ക് ഇല്ലാത്തവരുണ്ട്. സ്വർഗത്തിലേക്ക് നമ്മൾ എത്തിക്കുന്ന ഒരു കൂട്ടുകാരില്ലേ? തീർച്ചയായിട്ടും. ഇസ്ലാഹി സെന്ററിൽ ഇല്ലടൂ അല്ലേ? സ്വർഗത്തില് ഇന്ന് യൂസുഫ് നമ്മൾ എന്താ പോസ്റ്റർ ടൈറ്റിൽ എന്തായിരുന്നു കൊടുത്തത്? ഇതന്നെയല്ലേ കൊടുത്തല്ലേ? മാഷാ, യാദൃശ്ചികമായിട്ട് അത് ഓർമ്മ വന്നു. നമ്മള് സ്വർഗത്തില് പിന്നെ സെന്ററിൽ വന്നാൽ നേരെ സ്വർഗത്തിനല്ല, സെന്ററിലേക്കുള്ള റൂട്ട് അത് എങ്ങോട്ടേക്കുള്ള റൂട്ടായിരിക്കും? സ്വർഗത്തിലേക്കുള്ളൊരു വഴിയായിരിക്കും. വില നമ്മൾക്ക് ഇപ്പം മനസ്സിലാകൂല. ഇത്തരം കൂട്ടുകെട്ട ഗൾഫിൽ നിന്നൊക്കെ നിർത്തി നാട്ടിലേക്ക് പോയി ഇങ്ങനത്തൊന്നും അല്ലാത്ത മഹലിലൊക്കെ ജീവിക്കുന്ന ആളുകൾ പറയും, അവിടെ നിന്നുള്ള റമദാൻ ടെന്റ് അല്ലെ ഇസ്ലാഹി സെന്റർ, അതൊക്കെ എന്തിനും നമ്മൾക്കൊരു അത്താണിയായിട്ട്. ആർക്കും ഇവിടുന്ന് റേഷൻ കാർഡോ അല്ലെങ്കിൽ പിന്നെ അരിയോ പൈസയോ ഒന്നും ആർക്കും ഇവിടുന്ന് കൊടുത്തിട്ടൊന്നുമില്ല. പക്ഷേ സെന്റർ നമുക്കൊരു ഒരു ജീവിതം തന്നിട്ടുണ്ടാകും ശരിക്കും. അത് ഓരോ വ്യാഴാഴ്ചയും നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. എന്നിട്ട് പറയാം, അഫമാ നഹ്നു ബിമൈതീൻ, إلا موتتنا الأولى وما نحن بمعذبين
ഇതൊക്കെ ആ കൂട്ടുകാരൻ നരകത്തിൽ കരിഞ്ഞു കത്തുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് സ്വർഗത്തിന് ഒരു സമാധാനത്തിൽ പറയാ, ഇനി നമ്മളല്ലല്ലോ ബിമയ്യിത്തിൻ, ഇനി മരിക്കൂലോ, ഇനി സ്വർഗത്തിൽ കാലാകാലങ്ങൾ എന്ത് ചെയ്യും, ഈ സുഖങ്ങൾ കിട്ടുകയാണല്ലോ. ഇല്ല മൗത്തനൽ ഊല, ഒന്നാമത്തെ മരണമല്ലാതെ. അഥവാ ദുനിയാവിൽ നാം മരിച്ചു തീർന്നു, ഇനി ജനിച്ചു, ഇനി നമ്മൾക്ക് എന്തില്ല, മരണയിലെ ജീവിതം മാത്രമേ ഉള്ളൂ. ഒമാ നഹ്നു, നമ്മളല്ലതാനും ബിമുഅദ്ദബീൻ, ശിക്ഷിക്കപ്പെടുന്നവർ. 33 ആയത്തുകളിലൊക്കെ പറഞ്ഞത് കൂട്ടുകാരനും കൂടെ പോയവരും രണ്ടാളെങ്ങോട്ടേക്കാണ് പോകുന്നത്, നരകത്തിലേക്ക്. പക്ഷെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റണം. അന്നും ഞാൻ പറഞ്ഞൊരു വാചകം ഉണ്ടായിരുന്നു, നമ്മളെ ആരും കൺട്രോൾ ചെയ്യരുത്. നമ്മളാരെ കൺട്രോൾ ചെയ്യണം? നമ്മൾ തന്നെ. നമ്മളെ തെറ്റിലേക്ക് വിളിക്കുമ്പോൾ എനിക്കത് പറ്റില്ല എന്ന് പറയാനുള്ള കയറ് നമ്മുടെ കയ്യിലുണ്ടാകണം. എന്നുവെച്ചാൽ അവരുമായിട്ട് ബന്ധമെല്ലാം മുറിക്കണം എന്നല്ല, വ്യക്തിപരമായ ബന്ധങ്ങളൊക്കെ കീപ്പ് ചെയ്തിട്ട് നമ്മുടെ തെറ്റിലേക്ക് എത്തിക്കുന്ന വഴിയിൽ നിന്ന് നമുക്ക് മാറാനുള്ളൊരു കഴിവ് നമ്മൾക്ക് ഉണ്ടാകണം. യൂട്യൂബിൽ ആരെങ്കിലും ഇടുന്ന റീൽസിന്റെ പിന്നാലെയോ ഇൻസ്റ്റയിൽ ഇടുന്ന വീഡിയോയുടെ പിന്നാലെയും അതാണ് ജീവിതം, അതിലൂടെയാണ് പോകേണ്ടത്. എന്നിട്ട് വരൂ നമുക്ക് ഒരുമിക്കാം, അല്ലെ? കുറേ ആൾക്കാർ ഒരുമിച്ച് കൂടുന്നു, ഇങ്ങനെ കുറേ കൂട്ടുകാർ, ആ നിലയിലേക്കുള്ളതല്ല, സ്വർഗത്തിലേക്ക് തന്നെ അടുപ്പിക്കുന്നവരുമായിട്ടായിരിക്കണം നമ്മുടെ സഹവാസം. ഇല്ല മൗത്തനൽ ഊല, ഒന്നാമത്തെ മരണമല്ലാതെ. വമാ നഹ്നു ബിമുഅദ്ദബീൻ, അതുകൊണ്ട് ഇനി നാം ശിക്ഷിക്കപ്പെടുന്നവരല്ല. അടുത്ത ആയത്തോത് തീർച്ചയായും ഇത് തന്നെയാണ് ലഹുവൽ ഫൗസ്, ഫാസ യഫൂസു ഫൗസ്, വിജയിക്കും, ഇത് തന്നെയാണ് വിജയം. അൽ അദീം, വമ്പിച്ച വിജയം. എന്തിലേക്ക് എത്തല്? സ്വർഗത്തിലേക്ക്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം. അതുകൊണ്ട് ഇതുപോലെയുള്ളതിന് ഫൽയഅമൽ, അവർ പ്രവർത്തിക്കട്ടെ. അൽ ആമിലുൻ, പ്രവർത്തിക്കുന്ന അമൽ ചെയ്യുന്നവർ എന്ത് ചെയ്യട്ടെ? ഇതുപോലെയുള്ളതിന് അമൽ ചെയ്യട്ടെ. എന്തിന്? നല്ല കൂട്ടുകെട്ടിലൂടെ അങ്ങോട്ടേക്ക് എത്താം, സ്വർഗത്തിലേക്ക് എത്തുക. നല്ല കൂട്ടുകെട്ടിലൂടെ സ്വർഗത്തിലേക്ക് എത്തുന്നതിന് ഇതുപോലെയുള്ളവർ ഇതേ രീതിയിൽ തന്നെ അമൽ ചെയ്യട്ടെ. ഇതൊരു പ്രതിജ്ഞയായിട്ട് നമ്മൾ കൊടുക്കണം. നമ്മൾക്ക് സ്വർഗത്തിലേക്ക് എത്തുന്ന രീതിയിലേക്കുള്ള കൂട്ടുകെട്ട് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അതാണ്. നമ്മൾ നോക്കുക, പുതിയ ഫ്രണ്ട് വരുന്നുണ്ട്, കൂട്ടുകൂടാൻ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ സ്വർഗത്തിലേക്ക് എത്തും ഇവനെ കൊണ്ട്, നമ്മളെ തന്നെ ഒരുപാടുണ്ടാവും. ഇതുകൊണ്ട് ഞാൻ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ആദ്യം തന്നെ തീരുമാനിച്ചാളാം. സ്വർഗത്തിലേക്കുള്ളതാണെങ്കിൽ ഹൈറ് മുമ്പോട്ട് പോയിക്കും, ഇല്ലെങ്കിലും അല്ല ഒരു കട്ടൻ ചായ കൂടി പിരിക്കും, അത് അങ്ങോട്ട് കൊളുത്തി അങ്ങോട്ട് പോയി. ജീവിതം തീർന്നു പോകും, നഷ്ടപ്പെടുന്നത് അറിഞ്ഞൂടാ. ദുനിയാവിനും പറ്റിലുണ്ടല്ലോ. ഇത് ആ രീതിയിലേക്ക് എത്തുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. 61-ാമത്തെ ആയത്ത് ഒരു പോയിന്റാണ്. ഇതുപോലെയുള്ളതിനാണ് അമലുകൾ ചെയ്യേണ്ടത്. ഖുർആൻ പറയില്ലേ, വഫീ ദാലിക ഫല്യതനാഫസുൽ മുതനാഫിസൂൻ, മത്സരിക്കുന്നവർ ഇതിന് മത്സരിക്കട്ടെ. എന്തിന്? സ്വർഗത്തിൽ. ദുനിയാവത്തുന്ന കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. നാഥൻ അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.